CPM മുൻ MLA ആയിഷ പോറ്റി കോൺഗ്രസിൽ. ലോക്ഭവന് മുന്നിലെ രാപകൽ സമര പന്തലിലെത്തിയാണ് കോൺഗ്രസിൽ ചേർന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അംഗത്വം നൽകി. പാർട്ടി സന്തോഷം നൽകിയതുപോലെ ദുഃഖവും നൽകിയെന്ന് ആയിഷ പോറ്റി പറഞ്ഞു. വിമർശനങ്ങളെ കൂടുതൽ സന്തോഷത്തോടെ കേൾക്കും. മന്ത്രിയായാലും അതിനു മുകളിലുള്ള ആളായാലും മനുഷ്യരോട് സ്നേഹത്തോടെ പെരുമാറണമെന്നും ആയിഷ പോറ്റി പറഞ്ഞു. ആയിഷ പോറ്റി കൊട്ടാരക്കര മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി. ഒരു പക്ഷേ വിചാരിക്കാം ആയിഷ പോറ്റി ഈ 10-25 കൊല്ലക്കാലം ജനപ്രതിനിധിയായും ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നിട്ട് വർഗവഞ്ചകയായി ആ പാർട്ടി മാറിപ്പോയോ എന്ന്. വളരെ മ്ലേച്ഛമായ ഭാഷയിലൂടെ ഇനി വരും ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ധാരാളം കാര്യങ്ങൾ വരുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അതിനെ ഒട്ടും ഭയക്കുന്നില്ല. എന്റെ അച്ഛനൊക്കെ പാർട്ടി ഉണ്ടായിരുന്നു. ആ കാലമല്ല ഇന്ന് പാർട്ടിയിൽ ഉള്ളതെന്നുള്ള സത്യമാണ്. ഞാനും ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ സമയത്തെ പോലെ അല്ല. ആ വഴിയൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ തുറന്നു പറയണം, എന്റെ പ്രിയപ്പെട്ട സഖാക്കൾക്കൊക്കെ ചിലപ്പോൾ എന്നോട് ദേഷ്യം വരും. കുറച്ച് ഡിസിഷൻ മേക്കേഴ്സ് മാത്രമാണ് മൊത്തത്തില് പ്രയാസമാക്കി മാറ്റി. നിങ്ങൾ അന്വേഷിച്ചുകൊള്ളുക. എന്തായാലും വിമർശനങ്ങളെ ഞാൻ കൂടുതൽ സന്തോഷത്തോടെ കേൾക്കുകയാണ്. വിമർശനങ്ങളാണ് മനുഷ്യനെ ഇത്രത്തോളം എത്തിക്കുക. ഒരു മനുഷ്യനോട് പോലും മിണ്ടാൻ ഒരു ധൈര്യം ഉണ്ടായിരുന്ന ആളാണ്. ഒരു കാലത്ത് വക്കീലായിട്ട് വരുമ്പോൾ പോലും എനിക്കിങ്ങനെ പ്രസംഗിക്കാനൊന്നും അറിഞ്ഞൂടാ. ഈ നാടും ഞാൻ ആദ്യമുണ്ടായിരുന്ന പ്രസ്ഥാനവും എന്നെ ഒത്തിരി സഹായിച്ചു. പക്ഷേ അത് നല്ല വിഷമവും എനിക്ക് തന്നു. ഞാൻ എന്താന്ന് പറയാൻ ഇഷ്ടം. ആരെയും കുറ്റം പറയുന്ന, ഈ ലോകത്താരെയും കുറ്റം പറയുന്ന ഇഷ്ടമല്ല. നാട് മുഴുവൻ കാണും. സേഫ് സെല്ലാദുൻ ചേർന്നുണ്ട്. സേഫ്, രാവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് വിസ്മയങ്ങൾ കാത്തിരുന്ന് കാണാമെന്നാണ്. അത്തരത്തിലൊരു ഓപ്പറേഷന്റെ ഭാഗമാണോ ആയിഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശനം? അതെ, തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 2-2.5 മാസം ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ LDFന്റെ ഭാഗമായിരുന്ന 3 തവണ കൊട്ടാരക്കരയിൽ നിന്ന് MLA ആയ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന, കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആയിഷ പോറ്റി കോൺഗ്രസിലേക്ക് VD സതീശൻ കൊണ്ടുവന്നിരിക്കുന്നത്. അത് വിവിധ നേതാക്കൾ കൂടിയാലോചന നടത്തിയാണ് ആയിഷ പോറ്റി ഇന്ന് തന്നെ കോൺഗ്രസിന് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുപ്പിച്ചത്. ഇന്ന് ഉച്ചയോടുകൂടി രാപ്പകൽ സമര വേദിയിലേക്ക് ആയിഷ പോറ്റി എത്തിച്ചേരുകയാണ്. VD സതീശനും കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള മുതിർന്ന നേതാക്കൾ എത്തിയാണ് അവരെ സ്വീകരിച്ചത്. KC വേണുഗോപാൽ ഇവർക്ക് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് നൽകി സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് വിവിധ നേതാക്കൾ അവരെ പുകഴ്ത്തി സംസാരിച്ചു. ഏറ്റവും ഒടുവിലാണ് ആയിഷ പോറ്റി സംസാരിച്ചത്. പാർട്ടി തന്നെ ഒരുപാട് വളർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദുഃഖങ്ങളും പാർട്ടി തന്നെ നൽകിയിട്ടുണ്ട്. മന്ത്രിയായാലും സാധാരണക്കാരായാലും മനുഷ്യന്റെ വിഷമം അറിയണം എന്നുകൂടി പറഞ്ഞു. പാർട്ടിയുമായി ബന്ധപ്പെട്ട ദുഃഖങ്ങൾ താൻ പുറത്തു പറയുന്നില്ല, ഇപ്പോൾ പറയാനുള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എന്നാണ് അവർ സൂചിപ്പിച്ചത്. എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ നിന്നുള്ള UDF സ്ഥാനാർത്ഥിയായിട്ട് അവർ രംഗപ്രവേശനം ചെയ്യും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ.